മുത്തച്ഛന്മാരെ, നമ്മുടെ പാരമ്പര്യ തൊഴിലായ ഈ ഗുണ്ടാപ്പണി എനിക്ക് തുടരാൻ സാധിക്കില്ല. കാരണം എനിക്കാരും പണി തരുന്നില്ല. ഇതല്ലാതെ വേറൊരു പണി എനിക്കറിയാനും പാടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവാണ്. ഇല്ല, ഇവിടെ കിടന്ന് ഞാൻ പട്ടിണി കിടന്ന് ചാവും. ഈ വിഷം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്നത് തടസ്സപ്പെടുത്തിയതിന് ക്ഷമിക്കണം. ജ്യൂസോ? ഞാൻ കുറച്ച് ദൂരേന്ന് വരുവാ. ഞാനിവിടെ ഒരു മുഷ്ടിമുരുകൻ എന്ന് പറയുന്ന ആളെ അന്വേഷിച്ചു വന്നതാ. ഇത് എന്നെ തീർക്കാൻ ഏതോ തൻ്റെ കൊട്ടേഷനും കൊടുത്ത് വിട്ടേക്കുന്ന. ബുദ്ധി ഉപയോഗിച്ച് കളിച്ചില്ലെങ്കിൽ ഇവൻ്റെ കൈ കൊണ്ട് തീരേണ്ടി വരും. അങ്ങനെ ഒരു മരണം ഞാൻ അർഹിക്കുന്നില്ല. എന്താ ആലോചിക്കുന്നേ? ഈ മുഷ്ടിമുരുകനെ എനിക്കറിയാം. അവൻ ആളിച്ചിരി പെശക. അവൻ്റെ ഒന്നും മുന്നിൽ പോയി പെടാൻ നിൽക്കണ്ട കേട്ടോ. വന്ന വഴി വേഗം തിരിച്ചു കിട്ടും. ഓ, ഞാൻ വിചാരിച്ച് താനായിരിക്കും മുഷ്ടിമുരുകൻ എന്നാട്ടോ. ഞാനല്ല. താഴെ ആ ചായക്കടക്കാരനോട് ചോദിച്ചപ്പോഴേ ആളിവിടെ കാണുമെന്നാണല്ലോ പറഞ്ഞേ. ഈ ചായക്കടക്കാരനെ വലിയ അറിവൊന്നുമുള്ള പുള്ളിയല്ല. പുള്ളി ഇപ്പോൾ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഈ മുഷ്ടിമുരുകൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഓർമ്മ വെച്ചിട്ട് പുള്ളി പറഞ്ഞതാ. അതും കേട്ട് ചേട്ടൻ വെറുതെ ഈ കുന്നുകയറി പറഞ്ഞ ഒരു കാര്യം ഇല്ലായിരുന്നു. ഷോ, കഷ്ടമായി പോയല്ലോ. ഞാനാണൊരു 100-500 രൂപ മുടക്കി ഇവിടം വരെ വന്നതാ. ഇനിയിപ്പോൾ തിരിച്ചു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണ്. 500 രൂപ മുടക്കി നീ ഇവിടം വരെ വന്നിട്ട് നിനക്ക് കൊട്ടേഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിനക്ക് നഷ്ടമായെന്നല്ലേ? നീ ആള് കൊള്ളാലോടാ. നിന്നെപ്പോലെ ഒരു കൊട്ടേഷൻ പണിക്കാരനെ ഞാൻ ആദ്യമായിട്ട് കാണുവാണല്ലോ. എന്നെ ആലോചിക്കണേ? അല്ല, ചേട്ടൻ ഈ അന്വേഷിച്ച് വന്ന ആളെ ഇത്രയും വർഷമായില്ലേ? ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ പിടിച്ചിട്ട് ആ പാവം മരിച്ചു പോയിട്ടുണ്ടാവും ചിലപ്പോൾ. അതും ശരിയാ. ഗുണ്ടാപ്പണിയൊക്കെ ഇട്ട് നടന്ന ആളല്ലേ. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ തല്ലിക്കൊന്നാണ്. അല്ല, ഞാനേ ചോദിക്കാൻ വിട്ടുപോയി. ശരിക്കും ചേട്ടനെ എന്തിനാ വന്നത് ഇങ്ങോട്ട്? ഞാനേ ഈ മുഷ്ടിമുരുകനെ കണ്ടിട്ടേ ഒരു കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി വന്നതാ. റേറ്റും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കുറച്ച് പൈസയായിട്ടാണ് വന്നത്. പക്ഷെ അതും വെറുതെ ആയിപ്പോയി. അപ്പം ഇയാൾ എന്നെ കൊല്ലാൻ വന്നല്ലായിരുന്നാ? എനിക്ക് കൊട്ടേഷൻ തരാൻ വന്ന ആളായിരുന്നാ? അയ്യോ, വെറുതെ അതും ഇതും പറഞ്ഞിട്ടൊന്ന് തെറ്റിദ്ധരിപ്പിച്ചല്ലോ. ഇനി എന്ത് ചെയ്യും? അതേ, ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ പോണത് കേട്ടാ ചേട്ടൻ ഉറപ്പായിട്ടും ഞെട്ടും. എന്ത്? അത് കേട്ടാ ചേട്ടൻ സന്തോഷിക്കും. ചേട്ടൻ ഈ 500 രൂപയൊക്കെ മുടക്കി ഇവിടെ വരെ വന്നല്ലോ കൊട്ടേഷൻ കൊടുക്കാൻ. അപ്പം ആളിവിടെ ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞേ. പക്ഷെ ശരിക്കും ഈ മുഷ്ടിമുരുകൻ ഞാൻ തന്നെയാ. ചേട്ടനൊന്നും ഞെട്ടാത്ത ഒരു സന്തോഷമൊന്നും ഇല്ലാത്ത? ഒന്ന് പോടാവേ ഒന്ന്. ചേട്ടാ, ഞാൻ തന്നെയാ മുഷ്ടിമുരുകൻ. എനിക്കൊരു വിശ്വാസമില്ല. ചേട്ടാ ഞാൻ തന്നെ ചേട്ടാ ഞാൻ ഒരു ഗുണ്ട കിടന്ന് കാണിക്കുന്ന കാട്ടായത്? അല്ല, അത് ചേട്ടാ ഞാൻ ഈ ആഹ്ലാദം കൊണ്ട് കുറച്ച് ആക്രാന്തം കൂടിപ്പോയതാ. ചേട്ടാ എന്നെ ഒന്ന് വിശ്വസിക്കും. ഞാൻ തന്നെയാണ് ഈ മുഷ്ടിമുരുകൻ. ഞാൻ എത്ര പേരെ ഞാൻ തട്ടിയിട്ടുണ്ടെന്ന് അറിയോ? ചേട്ടൻ എന്താ എൻ്റെ വിഷയം എന്താ ചേട്ടൻ? അത് പറ, ഞാൻ നല്ല സൂപ്പറായിട്ട് ചെയ്തു തരും. ശരി, നിനക്ക് ഞാൻ ആ കൊട്ടേഷൻ തരാം. നീ ഒരാളെ കൊല്ലണം. ഈസി പരിപാടി. എന്തിനാണ് കൊല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. 6 വർഷങ്ങൾക്ക് മുമ്പ് നീ ഒരു കൊലപാതകം ചെയ്ത് ഓർക്കുന്നുണ്ടോ? അതൊക്കെ ഇപ്പം ആരും ഓർക്കാനാ? നമ്മൾ ഒരുപാട് കൊല ചെയ്യുന്നല്ലേ, എല്ലാം ഓർത്ത് വയ്ക്കാനൊന്നും പറ്റത്തില്ലെന്നേ. അന്ന് മരിച്ചത് ആരാന്ന് നിനക്കറിയോ? ആർക്കറിയാം? ചത്തവനൊക്കെ ചത്തില്ലേ, എൻ്റെയൊക്കെ മോന്തെ ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യമാണോ? അന്ന് മരിച്ചത് ഈ ഞാനാ. പ്രേതം. അയ്യോ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെറുതാനെ കാണുന്നു. അയ്യോ, അല്ലേ ഒരു പ്രേതം വന്ന് കൊട്ടേഷൻ തരാൻ വന്നേക്കണ്. ഇവനൊക്കെ എപ്പോഴാ ചത്തതെന്ന് ഞാനെങ്ങനെ അറിയാനാ? അവൻ പ്രതികാരം തീർക്കാൻ വന്നേക്കണ്. മേപ്പാടൻ നമ്പൂതിരി അടുത്ത് നിന്നിട്ടൊരു കൊട്ടേഷൻ കൊടുത്താൽ തീരാവുന്ന കേസം ഉള്ളൂ ഇത്.
എന്തിനാ എന്നെ കൊന്നത്?